ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ എല്ലാ ടെക്നീഷ്യന്മാർക്കും പറ്റുന്നൊരു പ്രശ്നമാണ്. അതായത് നമ്മൾ മദർ ബോർഡിൽ നിന്നൊക്കെ ഐ സി കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ പ്രിൻറ്റ് മിസ്സാവും. CPU അതേപോലെ ഏത് ഐ സി ഒക്കെ റിമൂവ് ചെയ്യുകയാണെങ്കിലും അതേപോലെ പ്രിൻറ്റ് കാര്യങ്ങളൊക്കെ മിസ്സാവാറുണ്ട്. സോ ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്ന ഒരു ക്ലൗഡ് ബോർഡാണ്. സോ ഇതിൽ പ്രിൻറ്റ് മിസ്സായിട്ടില്ല, ഞാൻ മിസ്സാക്കിയതാണ്. ഷോർട്ട് വീഡിയോ കണ്ടുവരുന്ന ആൾക്കാരോട് പറയുകയാണ്, അതായത് ഞാൻ റിപ്പയർ ചെയ്യാൻ വേണ്ടിയുള്ള ഫോണല്ല, സ്വന്തം ജസ്റ്റ് ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് ആ രീതിയിൽ. സോ ഇതിലെന്താണ് പ്രിൻറ്റ് ഞാൻ മിസ്സാക്കിയിട്ടുണ്ട്. സോ പ്രിൻറ്റ് മിസ്സായ ഫോൺസ് ഇപ്പോൾ കയ്യിലില്ല. സോ അതുകൊണ്ടാണ് പ്രിൻറ്റ് മിസ്സാക്കിയത്. സോ ഇതേ രീതിയിൽ മിസ്സായിട്ടുള്ള പ്രിൻറ്റ് നമുക്ക് ഏത് രീതിയിൽ സ്ക്രാച്ച് ചെയ്യാം, അതേപോലെ ഏത് തിരിച്ചെങ്ങനെ റീകണക്ഷൻ കൊടുക്കാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ്. സോ അതിന് നമുക്ക് എന്താ വേണ്ടത്, ഫസ്റ്റ് എന്താ വേണ്ടത് വെച്ചാൽ നമുക്ക് എന്താണ് നല്ല ഷാർപ്പായിട്ടൊരു സർജിക്കൽ ബ്ലേഡ് വേണം. നമ്പർ 11 ബ്ലേഡ് എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ബെറ്ററാണ്. സോ നമുക്ക് എന്താണ് ബ്ലേഡ് ഉണ്ട്, അത് ഷാർപ്പാണ്. സോ ഇതിൻ്റെ ഈ ഷാർപ്പായിട്ടുള്ള എഡ്ജ് കൊണ്ട് നമുക്ക് എന്താണ് ഫസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് എന്താണ് ഈ ഒരു രീതിയിൽ നമുക്ക് എന്താണ് ഇതിൻ്റെ ഇന്നർ ലെയറിലാണ് അതിൻ്റെ കണക്ഷൻ വരുന്നത്. സോ ഔട്ടർ ലെയർ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് എന്താണ് അതിൻ്റെ ആ പ്രിൻറ്റ് ഉള്ളിൽ കാണാൻ പറ്റും. ജസ്റ്റ് ഒരു ഗോൾഡൻ കളറിൽ അല്ലെങ്കിൽ ഗോൾഡൻ കളറിൽ നമുക്ക് എന്താണ് പ്രിൻറ്റ് കാണാൻ പറ്റും. ഓവർ സ്ക്രാച്ച് ചെയ്യരുത്. സ്ക്രാച്ച് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. ഓവർ സ്ക്രാച്ച് ആയാൽ അവിടെ കണക്ഷൻ മിസ്സാവും, അതിൻ്റെ താഴെ കണക്ഷനായിട്ട് ഷോർട്ട് ആകും. പിന്നീട് ആ മദർ ബോർഡ് നമ്മൾ സർവീസ് ചെയ്തിട്ടൊരു കാര്യം ഉണ്ടാവില്ല. നമുക്ക് എന്താണ് അത് സ്ക്രാച്ച് ആയിട്ട് ഷോർട്ട് ആയതാണ് ലേയേഴ്സ് തമ്മിൽ. പിന്നെ എന്താണ് അതിൽ കൂടുതൽ കംപ്ലയിൻസ് പിന്നെയും വരും. സോ ഇതെന്താണ് നമ്മൾ മെല്ലെ, അതായത് നൈസായിട്ട് മെല്ലെ സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുക. സോ ഈ സ്ക്രാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യണം. മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ നമുക്കതിലൊരു കാര്യമില്ല. സോ ഇതേപോലെ എന്താണ് നമുക്ക് ജസ്റ്റ് ഒരു ഗോൾഡൻ പോയിന്റ് കാണാൻ പറ്റും. ഈ ഗോൾഡൻ പോയിന്റ് കാണുന്ന സമയത്ത് നമ്മൾ നിർത്താം. അത് നമ്മൾ കുയിക്കുന്നത് നിർത്താം, അതായത് സ്ക്രാച്ച് ചെയ്യുന്നത് നിർത്താം. അതിനുശേഷം എന്താണ് കുറച്ച് ഫ്ലെക്സ് അപ്ലൈ ചെയ്യണം. മെക്കാനിക്കിൻ്റെ 360 എന്നുള്ള ഫ്ലെക്സ് ആണെങ്കിൽ നമുക്ക് എന്താണ് ഈ ഒരു ഫ്ലെക്സ് യൂസ് ചെയ്യുമ്പോൾ ട്രാൻസ്പെറൻ്റ് ആണ്. സോ നമ്മൾ മൈക്രോസ്കോപ്പ് വെച്ചിട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് ഈ പോയിന്റ്, ഈ ഫ്ലെക്സും ആ പോയിന്റും കൂടി ആകുമ്പോൾ നമുക്ക് എന്താണ് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഈ ഫ്ലെക്സിനൊരു പ്രത്യേകതയാണത്. അതായത് നമുക്ക് എന്താണ് നമ്മൾ ചെയ്യുന്ന കാര്യം ഒന്നുകൂടി ഈ ഫ്ലെക്സ് ഇടുമ്പോൾ ഒന്നും കൂടി ഒന്ന് ബൾജായിട്ട് തോന്നും, അതായത് ഒന്നുകൂടി ഒന്ന് സൂം ആയിട്ട് കിട്ടും. സോ അതിന് ശേഷം ഫ്ലെക്സ് ഇട്ടതിന് ശേഷം കുറച്ച് PPD 138 ഇടണം, 183 ഇടണം. 138 അല്ല 183 PPD ഇട്ട് കൊടുക്കുക. അതായത് ഫ്ലെക്സ് ഞാൻ അപ്ലൈ ചെയ്ത് ഓവറായിരുന്നു. സോ കുറച്ച് മാത്രം അപ്ലൈ ചെയ്താൽ മതി. അതിനുശേഷം 183 PPD ജസ്റ്റ് ഒന്ന് മെല്ലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എന്താണ് ജസ്റ്റ് ഒന്ന് നമ്മുടെ അയണിൽ ജസ്റ്റ് ഒരു നോർമൽ ഹീറ്റ് സെറ്റ് ചെയ്യാം. ഒരു 340 മതി. അതിനുശേഷം എന്താണ് ജസ്റ്റ് ഒന്ന് മെല്ലെ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താൽ നമുക്ക് എന്താണ് ഈ ലെഡ് ആ പോയിന്റിലേക്ക് പിടിക്കും. നമ്മൾ വെച്ച് കൊടുത്തേക്കുന്ന PPD ആ ഒരു പോയിന്റിലേക്ക് നമുക്ക് അപ്ലൈ ആകുന്നത് കാണാൻ പറ്റും. അത് അപ്ലൈ ചെയ്തതിന് ശേഷം എന്താണ് മദർ ബോർഡ് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക. കോട്ടൺ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി ബെറ്റർ. എപ്പോഴും പറയുന്ന പോലെ തന്നെ കോട്ടണാണ് ക്ലീനിങ്ങിന് യൂസ് ചെയ്യാൻ ബെറ്റർ. ഇപ്പോൾ മാർക്കറ്റിൽ പല ക്ലോത്തുകളുണ്ട്. സോ ആ ക്ലോത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി ബെറ്ററാണ്. സോ ക്ലീനിങ് ചെയ്തതിന് ശേഷം നമുക്ക് എന്താണ് അതിൻ്റെ ആ കറക്റ്റ് പോയിന്റ് കാണാൻ പറ്റും. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും ആ സെൻറ്ററിലൊരു ജസ്റ്റ് ഒരു ഡോട്ട് പോലെ. ഈ വീഡിയോയിൽ കാണുന്നതുകൊണ്ടാണ് ജസ്റ്റ് ഒരു ഡോട്ട് പോലെ കാണുന്നത്. മൈക്രോസ്കോപ്പോട് നോക്കുമ്പോൾ നമുക്ക് എന്താണ് ഒന്നും കൂടി ബെറ്ററായിട്ട് കാണാൻ പറ്റും. സോ ഇതിന് ശേഷം IC ജമ്പർ പാഡ് വരുന്നുണ്ട്, അതായത് IC പ്രിൻറ്റിങ് പാഡ്. സോ ഇതിൽ പല രീതിയിലുള്ള പാഡ് വരുന്നുണ്ട്. ആ പാഡിൽ എന്താ നമുക്ക് ഡോട്ട്, അതേപോലെ ഈ കറക്റ്റ് റൗണ്ടിലുള്ളതുണ്ട്. ഞാൻ ജസ്റ്റ് ഈ ടെയിലുള്ള രീതിയിലുള്ള സാധനമാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇതാണ് നമുക്കൊന്നും കൂടി യൂസ് ചെയ്യാൻ ബെറ്റർ ആയിട്ടുള്ളത്. കാരണം ICയുടെ ലൈൻസ് രീതിയിൽ കണക്ഷൻ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനത്തെ സാഹചര്യത്തിൽ നമുക്ക് എന്താണ് ഈ ജസ്റ്റ് ഇപ്പോൾ നമുക്ക് ട്യൂസർ കൊണ്ട് ഈ ഒരു കറക്റ്റ് ഡോട്ട് റൗണ്ട് മാത്രം നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഈ ഒരു ടെയിലുള്ള ഭാഗം എന്താണ് നമുക്കിത് ഹോൾഡ് ചെയ്യാനും പറ്റും. ആ കറക്റ്റ് ആ റൗണ്ട് ഭാഗം നമുക്ക് അവിടെ കണക്ഷൻ കൊടുക്കാനും പറ്റും. നിങ്ങൾക്ക് ആ വീഡിയോയിൽ ചെയ്യുന്നത് കാണുമ്പോൾ കറക്റ്റ് മനസ്സിലാവും. ട്യൂസർ കൊണ്ട് നമുക്ക് ഈ ഒരു ടെയിൽ ഹോൾഡ് ചെയ്യാനും പറ്റും. ആ ഒരു കറക്റ്റ് പൊസിഷനിൽ എന്താണ് നമുക്കവിടെ സോൾഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും കുറച്ച് ഫ്ലെക്സ് അപ്ലൈ ചെയ്യുക. അതിനുശേഷം എന്താണ് നമുക്ക് ഈ ഒരു സോൾഡിങ്ങിൻ്റെ ഈ ഒരു പാഡിലേക്ക് ആദ്യം നമുക്ക് എന്താണ് ലെഡ് അപ്ലൈ ആക്കി കൊടുക്കണം. അയണിന് ജസ്റ്റ് എന്താണ് 2 ഭാഗം ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുത്താൽ അതിലേക്ക് ഓട്ടോമാറ്റിക് ലെഡ് അബ്സോർബ് ആവും. അതിനുശേഷം നമ്മുടെ അയണ് വെച്ചിട്ട് എന്താണ് ജസ്റ്റ് അയണിൻ്റെ ഷാർപ്പായിട്ടുള്ള ഭാഗം വെച്ചിട്ട് ജസ്റ്റ് എന്താണ് ഒരു ഹോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്താണ് നമ്മുടെ ഓൾറെഡി കണക്ഷനിലുള്ള ലെഡ് ഈ പാഡിലെ ലെഡിലേക്ക് എന്താണ് അബ്സോർബായിട്ട് രണ്ടും കൂടി തമ്മിൽ ക്രാഷ് ആയിട്ട് എന്താണ് അവിടെ കണക്ഷൻ ആയിട്ട് കിട്ടും. സോ ഇത് വീഡിയോ എടുക്കുന്നുമുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ജസ്റ്റ് ഒരു പ്രയാസം വെക്കുന്നതിൽ. നമുക്കെന്താണ് വിത്തൗട്ട് നമ്മളതിലേക്ക് തന്നെ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് പക്കാ സ്മൂത്തായിട്ട് പ്രോപ്പറായിട്ട് കണക്ഷൻ കിട്ടും. നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസ് എപ്പോഴും പ്രോപ്പർ ആയിരിക്കണം. ഇപ്പം നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അടുത്ത് ഷാർപ്പായിട്ടുള്ള അയൺ ഉണ്ടെങ്കിൽ, അതായത് നമ്മുടെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള അയൺ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത് വെച്ച് ചെയ്യുമ്പോൾ എന്താണ് ഒന്നും കൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി അഥവാ ലെഡ് ഇത് കറക്റ്റ് അവിടെ ഇരിക്കുന്നില്ല ആണെങ്കിൽ കുറച്ചുകൂടി ലെഡ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതായത് PPD അപ്ലൈ ചെയ്ത ശേഷം എന്താണ് ജസ്റ്റ് ഇതേ മെത്തേഡിൽ ജസ്റ്റ് ഒന്നുകൂടി അതിൻ്റെ മുകളിൽ വെക്കുക, അതേപോലെ അയൺ വെക്കുക. ഇത് വെക്കുകയാണെങ്കിൽ
പ്രോപ്പറായിട്ട് എന്താണ് നമുക്ക് അവിടെ പ്രോപ്പർ മെത്തേഡിൽ അവിടെ ഫിക്സ് ആയിട്ട് കിട്ടും. ഇത് ഫിക്സ് ആയാൽ പിന്നെ എന്താണ് നമ്മൾ അത് ഫിക്സ് ആയോ നോക്കാൻ വേണ്ടി പിന്നെയും വലിച്ച് നോക്കരുത്. വലിച്ച് നോക്കുകയാണെങ്കിൽ പിന്നെയും ഈ സാധനം തിരിച്ചു വരും. ഇപ്പോൾ കറക്റ്റ് അവിടെ ഫിക്സ് ആയിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് കാണാൻ പറ്റും കറക്റ്റ് പ്രോപ്പറായിട്ട് ഫിക്സ് ആയിരുന്നിട്ടുണ്ട് അവിടെ. ഇതേപോലെ പ്രോപ്പറായിട്ട് ഫിക്സ് ആയതിനു ശേഷം എന്താണ് ജസ്റ്റ് ഒരു 4-5 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം എന്താണ് ഇതിൻ്റെ ഈ ടൈൽ കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഷാർപ്പായിട്ടുള്ള ബ്ലേഡ് യൂസ് ചെയ്തിട്ടുണ്ട് ടൈൽ എന്ന് പറഞ്ഞാൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. സോ ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ടൈലിൻ്റെ യൂസേജ് എന്താണെന്നുള്ള മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഈ ഒരു രീതിയിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അതായത് എല്ലാന്നാണെങ്കിൽ നമുക്ക് എന്താണ് അവിടെ ജസ്റ്റ് ആ ഡോട്ട് പോലുള്ള കണക്ഷൻ അവിടെ വെക്കണം. അതിന് ശേഷം എന്താണ് അത് വേറെ ട്യൂസ് കൊണ്ട് അത് ഹോൾഡ് ചെയ്യണം. അതിന് ശേഷം എന്താണ് അത് സോൾഡർ ചെയ്യണം. ഇതൊക്കെ നമുക്ക് പണിയുടെ മുകളിൽ പണിയാണ്. സോ ഈ ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രോപ്പറായിട്ട് ഇരുന്നിട്ടുണ്ട്. ഇത് കറക്റ്റ് റൗണ്ടാണ്. വീഡിയോ എടുക്കുന്നത് സൈഡിൽ നിന്നാണ്. സോ അതുകൊണ്ടാണ് ഈ ഒരു കണ്ടീഷനിൽ കാണുന്നത്. ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് സൂം ആക്കി കാണിച്ചു തരാൻ പോകുന്നെങ്കിൽ എന്താണ് കറക്റ്റായിട്ട് ഒന്നുകൂടി കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും അവിടെ ആ കണക്ഷൻ കറക്റ്റായിട്ട് ഇരുന്നിട്ടുണ്ട്. സോ പ്രോപ്പറായിട്ട് ഫിക്സഡ് ആയിട്ടുണ്ട്. സോ ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഡയറക്റ്റ് ഇതിൽ ടച്ച് ചെയ്യാനോ കാര്യങ്ങളൊന്നും പാടില്ല. ഇതിൻ്റെ ചുറ്റുപാട് എന്താണ് നമ്മൾ UV വെച്ചിട്ട് മാസ്ക് ചെയ്യുക. UV വെച്ചിട്ട് മാസ്ക് ചെയ്തതിന് ശേഷം മാത്രം ഇതിൻ്റെ കണക്ഷൻ എന്താണ് ജസ്റ്റ് മുകളിൽ കറക്റ്റ് റൗണ്ടിലൊന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുക. ഷാർപ്പായിട്ടുള്ള ബ്ലേഡ് യൂസ് ചെയ്തിട്ട് UV മാസ്ക് സെറ്റ് ആയതിനു ശേഷം ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുക. UV ഇടുന്നതിൻ്റെ മുന്നേ നമ്മൾ എന്താണ് സ്ക്രാച്ച് ചെയ്യുന്നത് കണക്ഷൻ കയ്യിൽ പോരും, പിന്നെ ഒരു കാര്യം ഉണ്ടാവില്ല.